ശ്രീ ബാബു പണിക്കർ, ഇടതുപക്ഷത്തിന് ഇല്ലേ വലിയൊരു റോൾ ഇതിൽ വഹിക്കാൻ? ഒരു ഭാഗത്ത് നഗ്നമായ പ്രീണനം, ഏറ്റവും ഒടുവിൽ മുനമ്പത്ത് ആശ്വാസം നൽകും എന്നുള്ള വാക്കുകൾ അല്ലെങ്കിൽ ഒത്തുതീർപ്പ് ശ്രമം, ഏറ്റവും ഒടുവിൽ ഇതാ സമരം പിൻവലിപ്പിക്കാൻ കോൺഗ്രസും CPM നയിക്കുന്ന മുന്നണികൾ അണിയറയിൽ പ്രവർത്തിക്കുകയാണ്, എങ്ങനെയെങ്കിലും ആ സമരം നിർത്തിക്കാൻ. അല്ലാതെ വഖഫ് ബോർഡിൻ്റെ അമിത അധികാരം എടുത്തു കളയാനുള്ള നിയമഭേദഗതിയെ പിന്തുണയ്ക്കുകയല്ല. വഖഫ് ബോർഡ് പ്രഖ്യാപിക്കുന്ന ഭൂമിയെല്ലാം തങ്ങളുടേതാണെന്ന് പറയുന്ന ഭരണഘടനാ വിരുദ്ധമായ ആ അധികാരം എടുത്തു കളയുന്നതിനെതിരെ കൊണ്ടുവന്ന ഭേദഗതിക്കെതിരെ പ്രമേയം പാസ്സാക്കുകയാണ് നിങ്ങൾ കൈകോർത്ത് നിന്ന് നിയമസഭയിൽ. എന്നിട്ടിപ്പോൾ നിങ്ങൾ പറയുന്നു വർഗീയ അജണ്ടകൾക്ക് മുന്നിൽ കീഴടങ്ങരുത് എന്ന്. നിങ്ങളല്ലേ വിട്ടുവീഴ്ച ചെയ്തത്? നിങ്ങളല്ലേ ഒത്തുതീർപ്പ് ചെയ്തത്? നിങ്ങളല്ലേ ഇങ്ങോട്ട് മദനി തൊട്ട് ഇങ്ങോട്ടുള്ളവരെ വേദിയിൽ അണിനിരത്തി വോട്ട് തേടിയത്? നിങ്ങളല്ലേ തിരിച്ച് അധികാരത്തിലെത്താൻ വേണ്ടി തുറന്ന് പരസ്യമായി ധാരണകൾ ഉണ്ടാക്കിയത്? ഇപ്പോൾ നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ കടന്നു കയറി പാർട്ടിയെ വിഴുങ്ങുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്നു. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ രാജിവെച്ച് പുറത്തു പോകുന്നു. തിരുവാക്കെതിർവായി ഇല്ലാത്തത് കൊണ്ട് കമ്മിറ്റികളിൽ ഒരു പക്ഷേ ഇവർ പ്രതികരിക്കുന്നില്ല, സമ്മേളനങ്ങളിൽ പ്രതികരണം വരുന്നു. ഭസ്മാസുരന് വരം കൊടുത്തതുപോലെ ആയോ ബാബു പണിക്കർ ഈ വിട്ടുവീഴ്ച? CPIM ഒരു കാലത്തും മതനിരപേക്ഷതയിൽ വെള്ളം ചേർത്തിട്ടില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയാം. പക്ഷേ SDPI പോലുള്ള സംഘടനകളുമായിട്ട് CPM ഒരിക്കലും ഐക്യപ്പെട്ടിട്ടുമില്ല. പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തന്ത്രങ്ങളെന്ന നിലയിൽ ആരുടെ വോട്ടും സ്വീകരിക്കും. പക്ഷേ മുൻപുള്ള തെരഞ്ഞെടുപ്പിലൊക്കെ ഒരു വർഗീയ പാർട്ടികളുടെയും വോട്ട് CPIMന് ആവശ്യമില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഒരു സംസ്ഥാന സെക്രട്ടറിയുള്ള പാർട്ടിയാണിത്. അപ്പോൾ വർഗീയ പാർട്ടികളെ പ്രീണനം നടത്തി അവരുടെ വോട്ട് മേടിച്ച് ജയിച്ച് പിന്നെ മതനിരപേക്ഷതയിൽ വെള്ളം ചേർക്കാൻ CPM ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞ വഖഫ് ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ വഖഫ് ഇഷ്യൂവിൽ കളക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നത് BJP ആണ്. BJP അവിടെ വർഗീയ അജണ്ട അടിച്ചേൽപ്പിച്ചിട്ട് അവിടുത്തെ ജനങ്ങളിൽ ഭീതി ഉണ്ടാക്കി. ഇപ്പോൾ ഇത് വഖഫ് ബോർഡ് കൊണ്ടുപോകും, വഖഫ് ബോർഡിൻ്റെ ഭൂമിയാണ് ഇതെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവരെ സമരത്തേക്ക് കൊണ്ടുവരികയാണ്. ഇതെങ്ങനെയെങ്കിലും ഒത്തുതീർക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തുണ്ടാകുന്നത്. അതിന് തുരങ്കം വെക്കുന്ന രീതിയിൽ വർഗീയ വിദ്വേഷം പടർത്തി അത് വലിയൊരു ഇഷ്യൂ ആക്കി രാഷ്ട്രീയ മുതലെടുപ്പിനാണ് BJPയും സംഘപരിവാർ ശക്തികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വഖഫ് ഇഷ്യൂ ഒരു പ്രധാന ഇഷ്യൂ ആക്കി കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ക്രിസ്ത്യൻ ജനവിഭാഗത്തെ നിങ്ങളുടെ കൂടെ ചേർക്കുന്നതിനുള്ള ഒരു കുതന്ത്രമായിട്ട് അതിനെ എനിക്ക് കാണാൻ പറ്റും. പിന്നെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വീകരിച്ചില്ല എന്നുള്ളതല്ല. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. വഖഫ് ഇഷ്യൂ വലിയൊരു ഇഷ്യൂ ആക്കി കൊണ്ടുവന്നിട്ട് എന്നാണ് അങ്ങ് പറഞ്ഞിരിക്കുന്നത്. വഖഫ് ഇഷ്യൂ അപ്പൊ അത്ര വലിയ ഇഷ്യൂ അല്ല എന്നാണോ അങ്ങ് പറയുന്നത്? അതിനോടൊപ്പം ഒരു കാര്യം BJP യുവരാജ് ഗോകുൽ ചോദിച്ചതിനോടൊപ്പം ഒരു കാര്യം കൂടി ശ്രീ ബാബു പണിക്കർ മറുപടി പറയാൻ അവസരം തരാം. വഖഫ് വിഷയം ഒരു ഇഷ്യൂ ആക്കിയത് BJP, ഒന്ന് അങ്ങ് പറഞ്ഞത്. രണ്ട്, അങ്ങ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല എന്ന്. ഈ കഴിഞ്ഞ ദിവസം കൂടി വഖഫ് സംരക്ഷണ സമിതിയുടെ അധ്യക്ഷൻ പറയുന്നു അവർ കയ്യേറ്റക്കാരാണ്, അവരെ ഇറക്കി വിടണം, അവർ റിസോർട്ട് മാഫിയയുടെ ആൾക്കാരാണ്, 600 കുടുംബങ്ങളില്ല, 200 കുടുംബങ്ങളേ ഉള്ളൂ. വഖഫ് സംരക്ഷണ സമിതിയാണ് പറയുന്നത്. അങ്ങേക്ക് തുടരാം, മറുപടി പറയാം, ഇല്ലാത്ത ഇഷ്യൂ ആണോ എന്ന്. വഖഫ് ബോർഡ് ഈ ഭൂമിയുടെ മേൽ അവകാശം ഉന്നയിക്കപ്പെട്ടപ്പോൾ തന്നെ ഇവിടുന്ന് ജനങ്ങൾക്ക് ടാക്സ് അടയ്ക്കാൻ പറ്റത്തില്ല, കോടതി വിധിയും കോടതി കേസുകളുമായി നടക്കാൻ തുടങ്ങിയിട്ട് 10-30 വർഷമായി. ഇന്നലെയും ഉയർന്നു വന്ന ഒരു ഇഷ്യൂ അല്ല മുനമ്പത്തുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് ജനങ്ങൾക്ക് വസ്തുവിൻ്റെ കരമടയ്ക്കുന്നതിൽ നിന്നും വിലക്ക് വന്നപ്പോൾ അത് കരമടയ്ക്കാനുള്ള അവകാശം കൊടുത്തത് ഇവിടുത്തെ റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ അത് കരം അടയ്ക്കുകയും അതിൻ്റെ കാര്യങ്ങളും നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. ഇപ്പോൾ വഖഫ് ഭൂമി ആണെന്ന് വഖഫ് അവകാശം ഉന്നയിക്കുമ്പോഴും അതിന് ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാനായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രമിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒത്തുതീർപ്പുണ്ടാക്കുക എന്നുള്ള വഖഫുമായിട്ട് അല്ലെ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായിട്ട് ശ്രീ ബാബു പണിക്കർ, അപ്പൊ അതൊരു ഇഷ്യൂ ആണ് അങ്ങ് സമ്മതിക്കുന്നുണ്ട്.
അപ്പൊ അങ്ങ് കുറച്ചു നേരത്തെ പറഞ്ഞത് BJP ഇതിനെ ഒരു ഇഷ്യൂ ആക്കി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നാണ് അങ്ങ് പറഞ്ഞത്. അല്ല, ഞാൻ പറയട്ടെ, അങ്ങ് പറഞ്ഞത് BJP ഒരു ഇഷ്യൂ ആക്കി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നാണ് അങ്ങ് പറഞ്ഞത്. അപ്പൊ അത് ഇഷ്യൂ ആണെന്ന് അങ്ങേക്ക് അറിയാം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഇത്രയും ഭരണ സംവിധാനങ്ങളും ഇരുന്നിട്ടും കഴിഞ്ഞ 3-4 പതിറ്റാണ്ടായിട്ട് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊരു അമിക്കബിൾ സൊല്യൂഷൻ ഉണ്ടാക്കേണ്ടുന്നതായിട്ടുള്ള, ഇത്രയും ശ്രമിച്ചിട്ട് ഒരു സൊല്യൂഷനിലേക്ക് ഇതുവരെ എത്താത്ത ഒരു ഇഷ്യൂ ആണെന്ന് അങ്ങേക്ക് അറിയാം. അപ്പൊ BJP ഉണ്ടാക്കിയ ഇഷ്യൂ അല്ലല്ലോ. അപ്പൊ ഇഷ്യൂ ആണ് എന്ന് പറയാനുള്ള ആംബിയറെങ്കിലും അങ്ങ് കാണിക്കണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. BJP അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞോളൂ, BJP അതിനകത്ത് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞോളൂ, BJP കലക്കവെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാൻ ശ്രമിക്കുന്നു എന്ന് അങ്ങ് പറഞ്ഞോളൂ. അതെല്ലാം അങ്ങ് ഞങ്ങൾക്ക് നേരെ രാഷ്ട്രീയമായി ഉപയോഗിച്ചോളൂ. നിങ്ങൾ അതിന് അമിക്കബിളായി സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുന്ന മാലാഖകളാണ് എന്നും അങ്ങ് പറഞ്ഞോളൂ. എനിക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷേ ആ ഇഷ്യൂ BJP ഉണ്ടാക്കിയതാണ് എന്ന് പറയരുത്. വഖഫിന്റെ ഇഷ്യൂ അത് അവിടെ ഉള്ള വിഷയമാണ്. ആ വിഷയത്തിന് നിങ്ങൾക്ക് പോലും പരിഹാരം കണ്ടെത്തുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇഷ്യൂ അവിടെ ഉണ്ട്. ആ ഇഷ്യൂ ഇല്ല എന്ന് പറയരുത്. അങ്ങ് തുടർന്നോളൂ. ഇഷ്യൂ ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങ് നേരത്തെ പറഞ്ഞത് BJP ഉണ്ടാക്കി തീർക്കാൻ നോക്കുന്ന ഇഷ്യൂ എന്നാണ് അങ്ങ് പറഞ്ഞത്. അതിനാണ് ഞാൻ പറഞ്ഞത് അങ്ങ് അത് തിരുത്തണം. ഇഷ്യൂ അവിടെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ BJP ഉണ്ടാക്കാൻ നോക്കുന്നത് വർഗീയ അജണ്ട സൃഷ്ടിച്ച് ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാനായിട്ടാണ് നോക്കുന്നത്. ആണോ? ശരി, എന്നാ പിന്നെ പ്രശ്നം നിങ്ങൾ പരിഹരിക്കുന്നേ. അവിടെ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് അത് കൊടുക്കാമെന്ന് ഒറ്റ വാക്കിൽ അങ്ങ് പറയുന്നേ. പ്രശ്നം തീർന്നില്ലേ? ഞങ്ങൾക്ക് മുതലെടുക്കാൻ പിന്നെ സാധിക്കില്ലല്ലോ. ആ പാവങ്ങളെ ഇറക്കി വിടുന്നില്ല. അവരവിടെ താമസിക്കും. അവർക്ക് എന്ത് വേണോ ചെയ്യാം. അവർക്ക് അത് വിൽക്കാനും ലോൺ എടുക്കാനും എല്ലാത്തിനും അനുവാദം ഉണ്ടാവും പറയുന്നേ. മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. അപ്പൊ അവിടെ ഇഷ്യൂ ഉണ്ട്. ആ ഇഷ്യൂ ഉണ്ടാക്കിയിരിക്കുന്നത് BJP അല്ല. നിങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന UPA 1ഉം 2ഉം അതിന് മുമ്പുള്ള സർക്കാരുകളൊക്കെ കൂടി ചേർന്നിട്ടാണ് ഇഷ്യൂ ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് നിങ്ങൾ പറയേണ്ടത്. അല്ലാതെ BJP അല്ല അത് ഉണ്ടാക്കിയത്. 2013 വന്ന UPA സർക്കാരിൽ LDF യാതൊരു ഭാഗവാക്കും അല്ല. 2013 UPA ആണ്. അല്ല, നിങ്ങൾ അത് ഭാഗമാക്കായിരിക്കില്ല. പക്ഷെ UPA 1 നിങ്ങൾ പിന്തുണ കൊടുത്തുകൊണ്ടാണ് UPA 2 ഉണ്ടായത്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഉണ്ടായില്ലായിരുന്നു. UPA 1 നിങ്ങൾ പിന്തുണ കൊടുത്തുകൊണ്ടാണ് UPA 2 ഉണ്ടായത്. ശരി, 2013 അത് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ നിലപാട് എന്താ അതിന്? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എന്താ നിങ്ങളുടെ നിലപാട്? പാർലമെന്റിലെ വഖഫ് അമെൻമെന്റ് ബില്ല് കൊണ്ടുവരുന്ന സമയത്ത് എന്താ നിങ്ങളുടെ നിലപാട്? അത് പറയുന്നേ. നിങ്ങൾക്ക് യാതൊരു നിലപാടും ഇല്ലാന്നേ. എന്നിട്ട് പിന്നെ നിങ്ങൾ വെറുതെ BJPയുടെ പുറത്ത് കയറിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. വഖഫ് അമെൻമെന്റ് നിങ്ങൾ കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് നിങ്ങൾ വൺ സൈഡഡ് ആയിട്ടുള്ള വഖഫ് അമെൻമെന്റ് കൊണ്ടുവരുന്നത്. ജനങ്ങൾ കൂടെ ബോധ്യമാവട്ടെ അത് പരിഹരിക്കപ്പെടുമോ എന്ന്. നിങ്ങൾ പറയുന്ന സൊല്യൂഷൻ വെച്ചിട്ട് ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചിട്ടുള്ള സർക്കാർ. ജുഡീഷ്യൽ കമ്മീഷൻ നിങ്ങൾ വെറുതെ പോകുന്നത്. നിങ്ങൾക്ക് അറിയാം, ഡിസംബറിലാകുമ്പോൾ മോദി സർക്കാർ പാർലമെന്റിൽ ബില്ല് കൊണ്ടുവരും. അപ്പൊ ബില്ല് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് വഖഫിന്റെ ഇഷ്യൂ പരിഹരിക്കപ്പെടും. നിങ്ങൾ വെറുതെ ഉരുളുകയാണ്. അതുവരെ അങ്ങ് ഉരുളാമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു പ്രോസസ്സ് മാത്രമാണ് ഈ ജുഡീഷ്യൽ കമ്മീഷൻ. നിങ്ങൾക്ക് ഈ പറയുന്നതിൽ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ അത് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നേ. ഇതെന്താ, ആൾക്കാർ പൊട്ടന്മാരാണെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? ഇതൊന്നും മനസ്സിലായില്ല ആർക്കും. നിങ്ങളും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് മോദി സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന അമെൻമെന്റ് ബില്ലിൽ മാത്രമാണ്. അതിന് പ്രതീക്ഷ അർപ്പിച്ചിട്ട് മാത്രമാണ് നിങ്ങൾ ഇപ്പൊ ഈ ടൈം ബൈയിങ് പ്രോസസ്സിലേക്ക് പോയിരിക്കുന്നത്. മേലെ CPIM എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ?